ഹായ്, വെൽക്കം ടു ദ ആൻസൺസ്. നമുക്ക് ഇന്ന് സീസർ എന്ന് പറയുന്നൊരു ഡോഗ് ട്രെയിനിങ്ങിന് വന്ന അതിൻ്റെ വിശേഷങ്ങൾ കുറച്ച് അറിയാം. ഇത് നമ്മൾ കസ്റ്റമർക്ക് തിരിച്ച് റിട്ടേൺ ചെയ്തപ്പോൾ അവിടെ വെച്ച് ആ മോനെ ഹാൻഡേഴ്സ് ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്ന സമയത്തുള്ള കുറച്ച് വിഷ്വൽസാണ്. ഫസ്റ്റ് ഓഫ് ആൾ അവർക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അവൻ നല്ല മിടുക്കനാണ്, അതുകൊണ്ട് അവനെ ഈസിയായിട്ട് ക്യാച്ച് ചെയ്തു. അതേപോലെ ഡോഗും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡോഗാണ്. നമ്മൾ വൺസ് ടീച്ച് ചെയ്ത കാര്യങ്ങൾ അവൻ പെട്ടെന്ന് പഠിച്ചു എന്നുള്ളതാണ് വസ്തുത. നമ്മൾ 1 month ഡ്യൂറേഷനാണ് എപ്പോഴും പറയാറുള്ളതെങ്കിലും ഇത് 1 വീക്കിനുള്ളിൽ തന്നെ ഡോഗ് പെർഫെക്റ്റ് ആവുകയും അതിൻ്റെ ഓണേഴ്സ് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും അതോടൊപ്പം പിറ്റേ ദിവസം അവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞ് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മളാണ് റിട്ടേൺ ചെയ്യാൻ പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ച് നമ്മളെടുത്ത കുറച്ച് വിഷ്വലാണ്. ഇത് വോയിസ് ഓവറെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കാര്യം ഇതിനകത്ത് ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കാര്യം അവിടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക്, നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുകയാണ്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം ആ പെയിൻറ്റർ ചേട്ടന്മാരും എല്ലാം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല വർത്തമാനം പറഞ്ഞ് എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അത്രയും ഡിസ്ട്രാക്ഷൻ്റെ ഇടയ്ക്കാണ് ഈ ഡോഗ് അവിടെ വെച്ച് ചെയ്യുകയുണ്ടായത്. അത് ഡോഗ് നല്ല ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിസ്ട്രാക്ഷൻ്റെ ഇടയ്ക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്, ഹാൻഡ്ലേഴ്സ് ട്രെയിനിങ് അവർക്ക് അവിടെ വെച്ച് കൊടുക്കാൻ പറ്റിയത്. പിന്നെ ഇവർ പെർഫെക്ഷൻ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മാസമെങ്കിലും കണ്ടിന്യൂസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവരിപ്പോൾ ഓഫ് ലീഷിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓഫ് ലീഷിലുള്ള പ്രാക്ടീസിങ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ നല്ല ഹാപ്പി കസ്റ്റമേഴ്സാണ്. നമുക്കും അങ്ങനെയുള്ള ഹാപ്പി ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ളപ്പോഴാണ് എപ്പോഴും നമുക്കും ഒരു സന്തോഷം. കാര്യം അവർ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഇട്ട് തരാറുണ്ട്. അവർ ചെയ്യിക്കുന്നതിൻ്റെയും അവിടുത്തെ മക്കളെല്ലാം അതിനെ ട്രെയിനിങ് കഴിഞ്ഞ ഡോഗാണ്. എന്നാലും അതിന് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊടുക്കണം എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ട്രെയിനിങ് എന്ന് പറയുന്നൊരു കാര്യം ഒരിക്കലും 1 month അല്ലെങ്കിൽ 2 month കൊണ്ട് എൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സല്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. വണ്ടി ഓടിക്കാൻ ക്ലച്ച് അമർത്തി കഴിഞ്ഞാൽ മാത്രമേ ഗിയർ ഇടാവൂ, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ ഗിയർ പവർ ഗിയർ ആക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ടിപ്പുകൾ എപ്പോഴും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നമ്മൾ ടിപ്പുകൾ കുറച്ച് പഠിക്കും. എന്നാൽ പോലും ബാക്കി നമ്മൾ ഓരോ തവണയും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക ആണ് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഡോഗ്സും അല്ല, ഏതൊരു അനിമലിനെ ആയാലും ട്രെയിൻ ചെയ്യുക. ഈവൻ ഹ്യൂമൻസ് ആയപ്പോലും നമ്മൾ ഒരിക്കലും ആരും പെർഫെക്റ്റ് അല്ല. എന്നും നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുക. അതുപോലെ പഠിച്ച പാഠങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് അയവിറക്കി കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് റിമൈൻഡിൽ നിൽക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസ്റ്റായിട്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അവരത് ചെയ്യാറുണ്ട്. ഞാനും വളരെ ഹാപ്പിയാണ്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ കുട്ടികളെല്ലാവരും മാറിയും തിരിഞ്ഞും ഇത് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസൊക്കെ എനിക്ക് ഇട്ട് തരാറുണ്ട്. അതേപോലെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇടും. എനിക്കും വാട്സപ്പ് മെസ്സേജിങ് ആണ് ഇപ്പോഴും താല്പര്യം. ഞാൻ എല്ലാവർക്കും പറയാം, ഞാൻ ഈ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ എനിക്ക് അതേപോലെ നൈറ്റിൽ അവർ അയച്ചു തന്ന 1-2 വിഷ്വൽസാണ്. അവിടുത്തെ കുട്ടികൾ റിപ്പീറ്റ് ചെയ്യിക്കുന്നതിൻ്റെ കാര്യങ്ങൾ. അവർ വളരെ ഹാപ്പിയാണ്, അവർ വളരെ എക്സൈറ്റഡ് ആണ്. കൊച്ചു കുട്ടികളാണ് അപ്പോൾ അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്, ഒരാൾ ഒറ്റയ്ക്ക് വീതം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നുള്ളത്. കാര്യം ഡോഗിനെ നമ്മൾ ഒരിക്കലും അതേപോലെ ഇറിറ്റേറ്റ് ചെയ്യിക്കാനും പാടില്ല. നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യിക്കല്. അതേപോലെ ചെയ്യിക്കുന്നതോടൊപ്പം ഓരോ ദിവസവും നമ്മൾ ലൊക്കേഷൻസ് മാറ്റി ചെയ്താലേ അവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കേജ് സെറ്റപ്പ്. ഞാൻ വളരെ
ആർട്ടിസ്റ്റിക്കലായിട്ടുള്ളൊരു മെത്തേഡിലുള്ളൊരു കേജ് സെറ്റപ്പ് ഞാനവിടെ കാണുകയുണ്ടായി. അവിടെ പെർമിഷനോടുകൂടി തന്നെ ഒരു ഫോട്ടോ എടുക്കുകയും ചേട്ടനും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ എനിക്കതിൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇതേപോലത്തെ ഒരു കേജ് സെറ്റ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബായ്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക.